ഒരിടത്ത് ഒരു കാക്കയും ഒരു കൊക്കും ചങ്ങാതിമാരായി കഴിഞ്ഞിരുന്നു. കാക്ക കറുത്തിട്ടാണല്ലോ, കൊക്ക് വെളുത്തിട്ടും. എങ്കിലും അവർ തമ്മിൽ അല്പം പോലും വെറുത്തില്ല. ഒരുമിച്ച് പറന്നു നടന്ന് ആഹാരം തേടി അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാക്കയ്ക്ക് നല്ല രുചിയുള്ള ഒരു അപ്പം കിട്ടി. കാക്ക അത് കൊക്കിനു കൂടി കൊടുക്കാനായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം കണ്ടു കൊതി മൂത്തപ്പോൾ കൊക്കിന് അത് ഒറ്റയ്ക്ക് തിന്നണം എന്ന് തോന്നി. കൊക്ക് പറഞ്ഞു, കാക്കേ, നീ കുളിച്ചു വരൂ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അപ്പം തിന്നാം. ചങ്ങാതി പറഞ്ഞതു കേട്ട് കാക്ക ഉടൻ തന്നെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞു വന്നപ്പോൾ അവിടെയെങ്ങും കൊക്കിനെ കണ്ടില്ല. കാക്ക കാണാതെ അപ്പം തിന്നിട്ട് ചതിയനായ കൊക്ക് പറന്നു കഴിഞ്ഞിരുന്നു. ചങ്ങാതിയെ കാണാത്തതിൽ ദുഃഖം തോന്നിയ കാക്ക പുറത്തെല്ലാം പറന്നു നോക്കി. അതാ കൊക്ക് ഒരു പാറയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നു. പെട്ടെന്ന് കാക്ക മറ്റൊരു കാഴ്ച കണ്ടു. പതുങ്ങിയിരിക്കുന്ന കൊക്കിന് നേരെ ഒരു വേട്ടക്കാരൻ തോക്ക് ചൂണ്ടുന്നു. കാക്ക ഞെട്ടിപ്പോയി. ഉടനെ കാക്ക പറന്നുചെന്ന് വേട്ടക്കാരന്റെ തലയിൽ ആഞ്ഞുകുത്തി. അപ്പോൾ ടോ എന്ന ഉച്ചയോടെ വെടിപൊട്ടി. വെടിയൊന്നും തെറ്റി പാറയിൽ തറച്ചു. ഒച്ചകേട്ട് കൊക്ക് പറന്നു രക്ഷപ്പെട്ടു. പിന്നീട് തമ്മിൽ കണ്ടപ്പോൾ കൊക്ക് പറഞ്ഞു, കാക്കേ, ഞാനൊരു പാഠം പഠിച്ചു, ചങ്ങാതിയെ ചതിക്കരുത്. ഒരിക്കൽ ഉയർന്ന പർവ്വതങ്ങളുടെ മുകളിൽ ഒരു കഴുകൻ തന്റെ സ്വപ്നങ്ങൾ ചേർത്ത് ഒരു കൂട് പണിതു. അവൻ അതിൽ മുട്ടിയിട്ടു. ജീവിതത്തിന്റെ മുഴുവൻ പ്രതീക്ഷകൾ പോലെ. ദിവസങ്ങൾ നീണ്ടു. മഴ പെയ്തു, കാറ്റ് വീശി. എങ്കിലും കഴുകൻ തന്റെ ചിറകുകൾ വിരിച്ച് അവയെ കാത്തു സൂക്ഷിച്ചു. ദിവസങ്ങൾ കടന്നുപോയിട്ടും ജീവന്റെ ചിഹ്നമില്ല. കഴുകന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഇവ ഒരിക്കലും വിരിയില്ലേ എന്ന ഇച്ചിന്ത അവന്റെ ഹൃദയത്തെ തളർത്തി. കൂട് വിട്ട് പറന്നു പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ പോലും അവന്റെ ഹൃദയം അതിനു അനുവദിച്ചില്ല. മനസ്സിന്റെ ആഴത്തിൽ സ്നേഹത്തിന്റെ ബന്ധം അവനെ കുടുക്കി. അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പോലും കാലം മൃദുവായി ഒരു അത്ഭുതം വരച്ചു. ഒരു പ്രഭാതം, ഒരു ചെറുവിള്ളൽ. ജീവിതത്തിന്റെ ആദ്യ ശ്വാസം. ഒന്നൊന്നായി മുട്ടകൾ പൊട്ടി, ചെറിയ ചിറകുകൾ വിറച്ച കുഞ്ഞുകഴുകന്മാർ ലോകത്തെ വരവേറ്റു. അന്ന് കഴുകന്റെ കണ്ണുകളിൽ കണ്ണീരായി തെളിഞ്ഞത് വേദനയല്ല, സന്തോഷത്തിന്റെ നീർമുത്തുകളായിരുന്നു. ഒരു കാട്ടിൽ ഒരു തത്തയും ഒരു മൈനയും സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു. തത്തയ്ക്ക് മനോഹരമായ നിറങ്ങളുള്ള ചിറകുകളും തിളങ്ങുന്ന രൂപവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എപ്പോഴും തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അഭിമാനിച്ച് മൈനയെ ചെറുതാക്കി കാണും. എന്നെപ്പോലെ മനോഹരമല്ലല്ലോ നീ, തത്ത പലപ്പോഴും പറയും. എന്നാൽ മൈന ഒരിക്കലും മറുപടി പറയില്ല. അവൾക്ക് സ്വന്തം ലാളിത്യത്തിലാണ് സന്തോഷം. ഒരു ദിവസം ഒരു മനുഷ്യൻ കാട്ടിലേക്ക് വന്നു. നല്ല നിറമുള്ള തത്തയെ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. ഇത്ര മനോഹരമായൊരു പക്ഷി വീട്ടിൽ കൂട്ടിലാക്കി വെച്ചാൽ എല്ലാവരും പ്രശംസിക്കും എന്നു വിചാരിച്ച് തത്തയെ പിടിച്ചു കൂട്ടിലാക്കി. മൈന ഭയന്നോടി. അവൾ ദുഃഖത്തോടെ സുഹൃത്തിനെ നോക്കി കരഞ്ഞു. തത്ത കൂട്ടിനുള്ളിൽ ഇരുന്ന് കരഞ്ഞു. എന്റെ സൗന്ദര്യമാണ് എനിക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. മൈനയുടെ ലാളിത്യമാണ് അവളെ സ്വതന്ത്രയായി പറത്തുന്നത്. അതിനുശേഷം തത്ത ഒരിക്കലും തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അഭിമാനിച്ചില്ല. അവൻ കൂട്ടിനുള്ളിൽ നിശ്ശബ്ദമായി കഴിഞ്ഞു. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നഷ്ടപ്പെട്ടവന്റെ കണ്ണുകളിൽ ദുഃഖം മാത്രമായിരുന്നു. ലാളിത്യം ഏറ്റവും വലിയ സൗന്ദര്യമാണ്. അഹങ്കാരം നമ്മെ ബന്ധിപ്പിക്കുമ്പോൾ വിനയം നമ്മെ സ്വതന്ത്രമാക്കും. തത്തയുടെയും മൈനയുടെയും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.